ആരാണ് ചോദിച്ചത്? ഏത് റഹീമിന്റെ ഊഴമാണ് അത്? വാഴയാ മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ്. ഏഷ്യാനെറ്റ് ചർച്ച ചെയ്ത് ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ചല്ല. എന്നിട്ട് ഞങ്ങൾ ആ പരാജയത്തെ കുറിച്ച് ഞങ്ങൾ ഒളിച്ചു കൊടുത്തല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാം. എങ്ങനെ തോറ്റു അത്ര ആലോചിക്കാൻ എന്താ ഉള്ളതെന്ന് ഒരൊറ്റ തെണ്ടുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തോറ്റു. അതന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മഹാഭൂരിപക്ഷവും പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടം. നിങ്ങൾ ഇത്തരം അസഹിഷ്ണുതയും നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളും ഇനിയും തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അതിനെല്ലാം അഗാധമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി? നിങ്ങൾ അത്തരം പ്രയോഗങ്ങളെല്ലാം തുറന്നുകൊണ്ടേ ഇരുന്നാട്ടെ. നല്ലതാണ്, ആ പുച്ഛവും അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്, അന്തസ്സായിട്ട്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഒരു കാലത്ത് 35 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 MLA-മാരുണ്ടായിരുന്ന ബംഗാളിൽ എന്തുകൊണ്ട് വിനു ഇവിടെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു വട്ടപൂജ്യം, അതിനേക്കാൾ വലിയൊരു വട്ടപൂജ്യം എങ്ങനെ ബംഗാളിൽ നിങ്ങളായി എന്ന് എന്റെ പൊന്നുനായിട്ട് എങ്ങനെ വട്ടപൂജ്യമായി? അവിടെ നിങ്ങൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മത്സരിച്ചിരുന്നത്. നിങ്ങൾ വട്ടപൂജ്യമായി മാറിയിട്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട മധ്യ റഹീമിനല്ല, മുഖ്യമന്ത്രിക്കായിരുന്നു. കാരണം ഞാൻ പറയാം, പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ 2 MLA-മാരെന്ന് പറഞ്ഞു. ആരുടെ പിന്തുണയിൽ കിട്ടിയ MLA-മാരാണ്? ജ്യോതികുമാർ ചാമക്കാരുടെ പാർട്ടിയുടെ പിന്തുണയിൽ കിട്ടിയ 2 MLA-മാർ. അനാവശ്യം പറയരുതേ, ഞങ്ങൾ അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റ്. അവിടെ BJP-ക്ക് 4 MLA-മാരുണ്ട്. അവിടെ BJP-യുടെ വനിതാ നേതാവ് അവിടെ പരാജയപ്പെടുത്തിയത് ആരെയാ? നിങ്ങൾ ഇവിടെ ബ്രിട്ടാസ് വിളിച്ചുകൊണ്ടുവന്ന് PR വർക്ക് നടത്തിയല്ലോ, കമലാ ഹാസൻ. നിങ്ങൾ പണം വാങ്ങി, DMK എന്ന് പണം വാങ്ങിയെന്ന് ആരോപിച്ച അതേ കമലാ ഹാസൻ. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ, 2 കഷ്ണക്കി കളഞ്ഞ ആ കമലഹാസനെ ഞങ്ങൾ പരാജയപ്പെടുത്തി തമിഴ്നാട്ടിൽ. ഇതിപ്പോ നാണക്കേടായി. നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്ത് പ്രതിപക്ഷത്തിന്റെ റോളിൽ ഉണ്ടായിരുന്നവരാണ്. അവിടുന്നൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ഇത് കേരളമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. നിങ്ങൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ബംഗാൾ, നിങ്ങൾ 35 വർഷം ഭരിച്ച ബംഗാളിൽ വലിയൊരു വട്ടപൂജ്യം വാങ്ങി വന്നിരുന്നിട്ട് അതും അങ്ങോട്ട് പോകാൻ കഴിയില്ല. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ അതിനെ തള്ളി പറയുമോ? നിങ്ങളും കോൺഗ്രസും തമ്മിൽ സഖ്യമല്ലേ? കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്ത് നിങ്ങൾ ആ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് എങ്ങനെ പറയും? നിങ്ങൾ എന്റെ ഗർഭം ഇങ്ങനല്ല. BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അത് നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. SDPയുടെ പിന്തുണ കാര്യം അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. കള്ളത്തരം പറയരുത്, നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? SDPI പോലൊരു മത തീവ്രവാദ സംഘടനയുടെ വോട്ട് CPM-ന് വാങ്ങിക്കൊടുക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നതുകൊണ്ടാണോ റഹീം അതിനെ തള്ളി പറയാത്തത്? ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. അല്ല, ചവിട്ടിയതാണില്ല. അപ്പൊ തൊലിക്കെട്ടി ആർക്കാണ് റഹീമെ കൂടുതൽ? തിരുവനന്തപുരത്തെ മൃഗശാലയിലെ കണ്ടാമൃഗത്തെ പോലെ നാണിപ്പിക്കുന്ന തൊലിക്കെട്ടി റഹീമിനാണ്. എന്നെ ഒരുപാടുണ്ട്. അതിന് ഭൂമി മലയാളത്തിൽ മരുന്നില്ല. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിയുടെ മോനെ.